Organization and a pattern of trade in Tamilagam during BC 300 to AD 300. Different levels of exchanges. The exchange system consisted of different levels. Barter and the loan of goods in local exchanges. No concept of profit motivating such exchanges. As for example, for items of daily consumption such as honey, fish, meat, toddy, apart from grains, paddy, and the salt enter the large exchange network, in which items like pepper, pearls, precious stones, aromatic woods, cotton textiles were meant for overseas exchange market. എക്സ്ചേഞ്ച് സിസ്റ്റം വളരെ വ്യത്യസ്തമായ തലങ്ങളിലാണ് തമിഴകത്തിൽ നിലനിന്നിരുന്നത്. അതിലൊന്ന് ബാർട്ടർ വ്യവസ്ഥയായിരുന്നു, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന വ്യവസ്ഥ. മറ്റൊന്ന് ലോൺ ഓഫ് ഗൂഡ്സ് ഇൻ ലോക്കൽ എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ലോണായിട്ട് കടമായിട്ട് സാധനങ്ങൾ നൽകുക. പക്ഷേ അവിടെ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല. ഡെയിലി കൺസംഷൻ ഉപയോഗിച്ചിരുന്ന ദൈനംദിന ഉപഭോഗ വസ്തുക്കളായിരുന്നു ഈ കൈമാറ്റ വസ്തുക്കളെന്ന് പറയുന്നത്. ഹണി, ഫിഷ്, മീറ്റ്, ടോഡി എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. ഇനി ലാർജ് എക്സ്ചേഞ്ച് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു ഗ്രെയിൻസും പാഡിയും സോൾട്ടും എല്ലാം. കൂടാതെ പെപ്പർ, പേൾസ്, പ്രഷ്യസ് സ്റ്റോൺസുകളൊക്കെ, അതുപോലെ ആരോമാറ്റിക് വുഡ്സുകൾ, കോട്ടൺസ്, ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളെല്ലാം ഓവർസീസ് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഭാഗമായിരുന്നു. There were more raw materials and a few manufactured items for export. കയറ്റുമതി എന്ന് പറയുന്ന ഘടകത്തിൻ്റെ ഭാഗമാണെങ്കിൽ അസംസ്കൃത വസ്തുക്കളായിരുന്നു ഏറ്റവും കൂടുതൽ കയറ്റുമതിക്ക് ചെയ്തിരുന്നത് എന്നാണ്. തമിഴകത്തിൽ മാനുഫാക്ചർ ചെയ്യപ്പെട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട പല വസ്തുക്കളും അധികമൊന്നും എക്സ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടില്ല. ദ തമിഴ് റീജിയൻ റിസോഴ്സസ് പാസ്ഡ് ത്രൂ ഇൻഡർ തിനൈ എക്സ്ചേഞ്ച് ഫ്രം വൺ എഗോസോൺ ടു another, either for consumption or enter into long distance trade through the major ports. തമിഴകം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ തിണൈ എന്നുള്ള ഒരു എക്കോസോൺ ആക്കി മാറ്റിയിട്ടുണ്ടെന്നറിയാം. 5 തിണകളുണ്ട്. ഈ തിണകൾ പരസ്പരം സാധനങ്ങൾ കൈമാറിയിരുന്നു. അതവരുടെ ദൈനംദിന ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഈ സാധനങ്ങൾ കൈമാറിയിരുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൻ്റെ ഭാഗമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിടത്തുനിന്ന് മറ്റൊന്നിലേക്ക് തിണകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ട് മേജർ പോർട്ടുകൾ എത്തിക്കുന്നതും ഉണ്ടായിരുന്നു. The chiefs may also have obtained them by plunder for owned transit in return for their items of import in high value goods. കൂടുതൽ മൂല്യവത്തായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പലപ്പോഴും പ്രമുഖർ നേടിയെടുത്തിരുന്നത് കൊള്ള ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിയിട്ടോ ഒക്കെ തന്നെയായിരുന്നു. Many was only one category of valuables. Two distinct level of exchange seem to have existed. Regular economic interaction within Tamilagam, external exchange in their interrelationship. തമിഴകത്തിൽ വളരെ സവിശേഷമാർന്ന ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ദൈനംദിന സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൈമാറ്റം ഉണ്ടായിരുന്നു. അത് ആഭ്യന്തര കൈമാറ്റമായിരുന്നു. മറ്റൊന്ന് സീ ട്രേഡിലൂടെ, മാരിടൈം ട്രേഡിലൂടെയുള്ള കൈമാറ്റമായിരുന്നു. നുമിസ്മാറ്റിക്സ് എവിഡൻസ് ഓൾസോ പോയിൻ്റ് 2 ലെവൽ ഓഫ് എക്സ്ചേഞ്ചസ്. 2 തലങ്ങളിലുള്ള കൈമാറ്റ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് നാണയപരമായും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പണവ്യവസ്ഥയുമായി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഗുഡ്സ് ഫോർ ഗുഡ്സ് ആൻഡ് ഗുഡ്സ് ഫോർ കോയിൻസ് were exchanged in big emporia of trade, while barter remained the main form of exchange at a local level. Day-to-day exchange activities, that is purely localized substance exchanges.
രണ്ട് തരത്തിലുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചരക്കുകൾക്ക് പകരം ചരക്കുകൾ കൈമാറ്റം ചെയ്തിരുന്നു എന്നുള്ളതും, രണ്ടാമത്തത് ചരക്കുകൾ നാണയങ്ങൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി കൈമാറ്റം ചെയ്തിരുന്നു എന്ന്. ഇത്തരത്തിലുള്ള കൈമാറ്റ വ്യവസ്ഥ, പണത്തിന് വേണ്ടിയിട്ടുള്ള ചരക്കുകളുടെ കൈമാറ്റം എന്ന് പറയുന്നത് വലിയ വ്യാപാരമായിരുന്നു. ബാർട്ടർ വ്യവസ്ഥ പലപ്പോഴും സാധാരണഗതിയിൽ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റിയുമായി പ്രാദേശികമായിട്ടുള്ള വ്യവസ്ഥയുടെ ഭാഗമാണ്. The distribution of punchmarked coin and Roman coins shows pattern of occurrence holds along the major trade route, pointing high-level exchange or major transaction with large outlays of monetization. പഞ്ചമാർക്കഡ് കോയിൻ അതുപോലെ റോമൻ കോയിനുകളൊക്കെ എക്സ്കവേഷനിലൂടെ ലഭിച്ചത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യ വ്യാപാരത്തെക്കുറിച്ച് തന്നെയാണ്. ഉയർന്ന തലത്തിലുള്ള വ്യാപാരം നടന്നിരുന്നു പണത്തിന് വേണ്ടി എന്നുള്ളത്. The several terms occurring in Sangam works referring to different kinds of traders are significant pointers to the prevalence of the hacking, peddling, higher level of exchange system. സംഘ കൃതികളിൽ സൂചിപ്പിക്കപ്പെട്ടിരുന്നത് പലതരത്തിലുള്ള വ്യാപാരങ്ങൾ ഈ കാലത്ത് നിലനിന്നിരുന്നു എന്ന്. അവയെ നമുക്ക് ഹാക്കിംഗ്, പെഡ്ലിംഗ്, അതുപോലെ ഹയർ ലെവൽ എക്സ്ചേഞ്ച് എന്ന് പറയാം. അവരേതെല്ലാമാണ് എന്നുള്ള വിലയനിയാർ, പകർന്നാർ, വാമ്പലാർ, വണികർ എന്നിവയൊക്കെയായിരുന്നു ഇത്തരം കച്ചവടക്കാരെ അവർ പറഞ്ഞിരുന്നത്. സെല്ലേഴ്സ്, ഹാക്കേഴ്സ്, അതുപോലെ വേഫറർ ഹാക്കേഴ്സ്, റെഗുലർ ട്രേഡേഴ്സിനെയാണ് വണികർ എന്ന് വിളിച്ചിരുന്നത്. പരവർ were the most distinctive of such merchants in Neidal and littoral coastal area, were fishermen called പരവർ എന്ന്. അതിൽ പരവർ എന്ന് പറയുന്ന ഈ വിഭാഗം നെയ്തൽ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളായിരുന്നു, മേർച്ചൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഫിഷർമെൻ എന്ന് പറയാം, മുക്കുവരായിട്ടുള്ള ആളുകളാണ്. അവരെയാണ് പരതവർ എന്ന് വിളിച്ചിരുന്നത്. സ്റ്റാർട്ടഡ് ട്രേഡ് ടു ഇൻ ഫിഷ്, ഓൾസോ ബിക്കം pearls fishers on the southern coast, gradually improving their status by directly entering to exchange with the foreign merchants. മീൻ പിടിച്ച് അതിനെ വ്യാപാരം ചെയ്യുക, അതിൻ്റെ കൂടെ മുത്തുകൾ, പേൾസ് വ്യാപാരം ചെയ്തിരുന്നു എന്നുള്ളത്. പ്രധാനമായും സൗത്തേൺ കോസ്റ്റിലെ ഫിഷേഴ്സ് ആയിരുന്നു ഇവർ നേരിട്ട് വിദേശീയരുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ സ്റ്റാറ്റസ് വർദ്ധിക്കാനിടയായി എന്നുള്ളതാണ്. ദ റെസിഡൻസ് ഇൻ ദ പോർട്ട് ഓഫ് നിർപ്പയോർ ആസ് ഡെസ്ക്രൈബ്ഡ് നിർപ്പയാറു എന്ന് പറയുന്ന പോർട്ട്, ഒരു തുറമുഖം ഉണ്ടായിരുന്നു. അതുവഴി ഇത്തരത്തിൽ ഗതാഗതം, അതായത് പ്രധാനമായും ഫിഷ് മെർച്ചൻസ്, മുക്കുവര് വ്യാപാരം നടത്തിയിരുന്നു എന്ന് സംഘകാല ടെക്സ്റ്റായിട്ടുള്ള പെരുമ്പാണർപാട്ട് എന്ന് പറയുന്ന കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. They are suggestive of the prosperous community of fishers and traders who become economically important in the 1st and 2nd century AD. AD 1-ാം നൂറ്റാണ്ടിനും 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ സാമ്പത്തികമായി വളരെ സമ്പന്നതയിലെത്തിയ ഒരു സമൂഹമായിരുന്നു ഫിഷേഴ്സും ട്രേഡേഴ്സും. പ്രത്യേകിച്ചും പേൾസ്, മുത്തുകളും അതുപോലെ മീൻ ഫിഷ് തുടങ്ങിയ വസ്തുക്കൾ, ജലവിഭവങ്ങൾ, സമുദ്രവിഭവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ എന്ന് സംഘകാല കൃതിയായിട്ടുള്ള പെരുമ്പാണർപാട്ട് എന്ന് പറയുന്ന കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. Womener were the salt manufacturers and sellers who traded salt for grain from the interior, moved in caravans when necessary. മറ്റൊരു വിഭാഗമാണ് ഉമ്മനർ എന്ന് പറഞ്ഞാൽ ഉപ്പ് നിർമ്മാതാക്കളാണ്. ഉപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വിഭാഗമാണ്. കാരാവൻസിലാണ്, ഇവരുടെ കാളവണ്ടികളിലാണ് ഇവർ ഈ സാധനങ്ങൾ
തമിഴകത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് വിപണനം ചെയ്തിരുന്നത്. കൂടാതെ ഉപ്പിന് പകരമായിട്ട് അവർ നേടിയെടുത്തിരുന്നത് ഗ്രെയിൻസ്, ധാന്യങ്ങൾ ബാർട്ടർ വ്യവസ്ഥയിൽ അവർ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ദർ വർ കാരാവൻസ് ആൻഡ് അതേഴ്സ് ലൈക്ക് വാംബ്ലർ കാറ്റു ഹൂ മൂവ്ഡ് ദർ ഗൂഡ്സ് പ്രൊട്ടക്റ്റിംഗ് ദർ മെർച്ചൻഡൈസ് വിത്ത് മെർസനറി ഫൈറ്റേഴ്സ്. ഇനി കാരാവാനിൽ സഞ്ചരിച്ചിരുന്ന ഈ മറ്റൊരു വിഭാഗമാണ് വാംബ്ലർ കാറ്റു എന്ന് പറയുന്നത്. ഇവർ ഗുഡ്സ് പ്രത്യേകം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ആയുധധാരികളായ കുറച്ച് പടയാളികളും ഇവരുടെ കൂടെ തന്നെ ഇവരുടെ വാഹനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉപ്പ് വണികൻ, പണിത വണികൻ, കോളു വണികൻ, മണിവണികൻ, ഇത്തരത്തിലുള്ള ധാരാളം പേരുകൾ ഈ സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. ഈ പേരുകളിൽ നിന്ന് തന്നെ അറിയാം ദേ ആർ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ ട്രേഡ് സ്പെസിഫിക് കമ്മോഡിറ്റീസ് എന്ന്. പ്രത്യേക വിൽപ്പന ചെയ്യുന്ന അവർ വിൽപ്പന ചെയ്യുന്ന വസ്തുക്കളുടെ പേരിൽ തന്നെയാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനമായ വസ്തുത. ദർ നെയിംസ് വിച്ച് പ്ലേസ് നെയിം പ്രിഫിക്സസ് ആൻഡ് ദർ ഐറ്റംസ് ആൻഡ് ട്രേഡ് പാർട്ട് ദർ ഐഡൻറ്റിറ്റി വുഡ് ഷോ ദ നേച്ചർ ഓഫ് ദർ മെർച്ചൻഡൈസ്. They were clearly both the literary text and epigraph of തമിഴകം. തമിഴകത്തിലെ ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷനിൽ പ്രത്യേകിച്ച് എപ്പിഗ്രാഫുകളിലൊക്കെ ഇവരുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവരുടെ മെർച്ചൻഡൈസായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ എന്താണെന്നും ആ ഉൽപ്പന്നത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നതെന്നും. Madurai, there were several kinds of sellers ranging from hackers to the merchant who was a part of caravans who traded in the foreign merchants. മധുരൈ കേന്ദ്രമായിട്ട്, മധുര നഗരത്തെ കേന്ദ്രമായി നോക്കുകയാണെങ്കിൽ ധാരാളം സെല്ലേഴ്സ് ഉണ്ടായി, പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു, ഹാക്കേഴ്സ് ഉണ്ടായിരുന്നു, മെർച്ചൻസ് ഉണ്ടായിരുന്നു, കാരവൻ ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം വിദേശ മെർച്ചൻസുമായിട്ട് വ്യാപാരത്തിൽ ഇടപെട്ടിരുന്നു. മധുരൈ സ്ട്രീറ്റ് വാസ് ഡെസ്ക്രൈബ്ഡ് ഇൻ മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി എന്ന് പറയുന്ന കൃതിയിൽ പ്രത്യേകിച്ചും മധുരൈ നഗരത്തെയും തെരുവിനെക്കുറിച്ചും വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ നെടുനാൾവടെ എന്ന് പറയുന്ന മറ്റൊരു കൃതിയും ഈ പറയുന്ന ഇൻ ദി എപ്പിക് ട്രേഡ് ഈസ് ഗ്ലോറിഫൈഡ് ആസ് ആൻ എക്സ്റ്റീംഡ് പർസ്യൂട്ട് except for the occasional caravan itinerant traders who carried goods to hinterland from the ports and perhaps also returned with the goods to be shipped from such ports. Evidence on guild organization in tennis Nigma being mentioned in single inscription and not comparable to that ഓഫ് ദ ഡെക്കാൻ. അപ്പോൾ മധുരൈ കാഞ്ചി അതുപോലെ നെടുനാൾ വരെ എന്ന് പറയുന്ന സംഘകാല സാഹിത്യങ്ങളിൽ മധുരൈ സ്ട്രീറ്റിലെ ബിസി ട്രേഡിംഗ് സെൻ്ററാണ് എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് all kinds of shops ranging from gems, jewelry to everyday consumption good also presents traders from outside. ആഭരണങ്ങളും രത്നങ്ങൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്തിരുന്ന കടകളുണ്ടായിരുന്നു. പല പുറം നാട്ടിൽ നിന്നുള്ള വ്യാപാരികൾ ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എത്തിയിരുന്നു എന്നും മധുരൈ കാഞ്ചിയിലും നെടുനാൾവദൈ എന്ന് പറയുന്ന കൃതിയിലും പരാമർശിക്കുന്നുണ്ട്. ദ എപ്പിക് ട്രേഡ് ഗ്ലോറിഫൈഡ് എസ്റ്റീംഡ് പർസ്യൂട്ട് എന്നാണ്. ഇനി ഒക്കേഷണൽ കാരാവൻ ട്രേഡേഴ്സ് ഗുഡ്സുമായിട്ട് വിദേശ സ്ഥലത്തേക്ക്, അതായത് പ്രത്യേകിച്ച് പോർട്ടുകളിലേക്ക്, തുറമുഖങ്ങളിലേക്ക് ചരക്കുകളുമായി എത്തിയിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് സാധനങ്ങൾ കപ്പൽ മാർഗം വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഈ കാളവണ്ടികളിൽ കയറ്റി ഇവർ ഇത്തരം നഗരങ്ങളിലേക്ക്, ഇന്ത്യക്കകത്തുള്ള തമിഴകത്തിന് അകത്തുള്ള നഗരങ്ങളിലേക്കും എത്തിക്കുമായിരുന്നു. ഇത്തരം ആളുകളെ ഒരു ഗിൽഡ് ഓർഗനൈസേഷൻ ഇതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ മെർച്ചൻ്റ് ഗിൽഡ് എന്ന് പ്രതിപാദിക്കുന്ന നിഗമ എന്ന് പറയുന്ന പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്.
ഈ ഒരേ ഒരു പദമേ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊരിക്കലും ഡക്കാൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യപ്പെട്ടിരുന്ന സമ്പന്നരായിരുന്ന ആ ഹൗസ് ഹോൾഡ് മേർച്ചൻസ് ആയിരുന്നില്ല, അല്ലെങ്കിൽ റിച്ച് മേർച്ചൻസ് ആയിരുന്നില്ല എന്നാണ്. പക്ഷെ അത് എത്രത്തോളം കൃത്യതയുണ്ട് എന്നുള്ളതിനൊരു തെളിവൊന്നുമില്ല. ദ സ്റ്റോറീസ് ഓഫ് ശിലപ്പതികാരം സെൻറ്റേഴ്സ് അറൗണ്ട് ദ സൺ ഓഫ് മസാത്തുവൻ, എ ഗ്രേറ്റ് കാരാവാൻ ലീഡർ. മറ്റൊന്ന് സംഘകാല കൃതിയായിട്ടുള്ള ചിലപ്പതികാരം എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നത് പ്രധാനമായും ഒരു വ്യാപാരിയുടെ, ഒരു ഗ്രേറ്റ് കാരവൻ ട്രേഡ് ലീഡറുടെ മകനായിട്ടുള്ള മസാട്ടുവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപാരികൾ, സമ്പന്നരായിട്ടുള്ള കാരവാൻ ട്രേഡേഴ്സ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവായി നമുക്കത് സൂചിപ്പിക്കാൻ പറ്റും. മാർക്കറ്റ്സ് ഓഫ് ഡേ ആൻഡ് ഓഫ് നൈറ്റ് വർ കോമൺ ഇൻ ദ മേജർ അർബൻ സെൻറ്റേഴ്സ് ഇൻ തമിഴകം. തമിഴകത്തിൽ പകൽ മാർക്കറ്റുകളും രാത്രി മാർക്കറ്റുകളും ഉണ്ടായിരുന്നു. ഡേ മാർക്കറ്റും നൈറ്റ് മാർക്കറ്റുകളും ഉണ്ടായിരുന്നു. ഡേ മാർക്കറ്റുകളെ നാലങ്ങാടികളെന്നും നൈറ്റ് മാർക്കറ്റുകളെ അല്ലങ്ങാടികളെന്നും വിളിക്കപ്പെട്ടിരുന്നു എന്ന്. ഇൻ പുഹാർ ദ സിറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ദ റെസിഡൻഷ്യൽ ഏരിയ. പുഹാർ എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക കന്യാകുമാരി തുറമുഖത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ദ സിറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു റെസിഡൻഷ്യൽ ഏരിയ, മറവൂർ പാക്കം, ആൻഡ് ദ പോർട്ട് ഏരിയ, പട്ടണിപ്പാക്കം. അപ്പോൾ പുഹാർ നഗരം രണ്ട് തരത്തിൽ വേർതിരിക്കപ്പെട്ടിരുന്നു. പുഹാറിൽ റെസിഡൻഷ്യൽ ഏരിയ, ആളുകൾ താമസിക്കുന്ന ഏരിയയെ മറവൂർ പാക്കം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. തുറമുഖ പ്രദേശത്തെ പത്തനിപ്പാക്കം എന്നുമാണ് വിളിക്കപ്പെട്ടിരുന്നത്. ദ വോളിയം ഓഫ് ദ ട്രേഡ് in the port was impressive, as indicated by the reference of the valuable merchandise stored a million bundle in the Pattinipalai and Madhuri Kanchi. ഈ വ്യാപാരത്തിൻ്റെ വ്യാപ്തി, തുറമുഖ വ്യാപാരത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പ്രതിനിധീകരിക്കപ്പെടുന്ന പദങ്ങൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മില്യൺസ് ഓഫ് ബണ്ടിൽസ്, വാല്യബിൾസ്, മെർച്ചൻഡൈസ് സ്റ്റോർഡ്, വില കൂടിയ ചരക്ക് ഉൽപ്പന്നങ്ങൾ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് കെട്ടുകളായി അടുക്കി എന്ത് ചെയ്യപ്പെട്ടിരുന്നു, സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ ഈ പത്തനിപ്പാലൈ അതുപോലെ മധുരൈ കാഞ്ചി എന്ന കൃതിയിൽ പരാമർശിക്കുന്നു. പുഹാർ ഹാഡ് എ വെൽ ഗാർഡഡ് മാർക്കറ്റ്, ദ ചോളാസ് കൺട്രോളിങ് ആൻഡ് പ്രൊമോട്ടിംഗ് പോർട്സ് എന്ന്. പുഹാർ എന്നറിയപ്പെടുന്ന കന്യാകുമാരി, പുഹാർ എന്നറിയപ്പെടുന്നത് ചോള രാജവംശത്താൽ വളരെയധികം സൈനികമായി സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു, അല്ലെങ്കിൽ തുറമുഖം കൂടിയായിരുന്നു. ചോള രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്നു. ദിസ് പോർട്ട് വുഡ് ഫിറ്റ് ഇൻ ദി ഡെസ്ക്രിപ്ഷൻ ഓഫ് ഗേറ്റ് വേ ഓഫ് ദ സിറ്റി എന്നാണ്. ഈ നഗരത്തെ, അല്ലെങ്കിൽ പുഹാർ തുറമുഖത്തെ ഗേറ്റ് വേ ഓഫ് സിറ്റി എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്നാണ്. The major inlet for all the goods from the western and eastern trade and the South Indian market, and also outlet the resource demand Mediterranean world. അപ്പോൾ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രധാന ഒരു കേന്ദ്രമായിരുന്നു പുഹാർ എന്നുള്ളത് കൊണ്ടാണ്, അതുപോലെ ഈസ്റ്റേൺ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കുള്ള ട്രേഡിൻ്റെ പ്രധാന തുറമുഖ കേന്ദ്രം കൂടിയായിരുന്നു പുഹാർ, പ്രത്യേകിച്ചും മെഡിറ്ററേനിയൻ ലോകത്തേക്ക് എന്ന് പറയും. അതുകൊണ്ടാണ് അതിനെ ഗേറ്റ് വേ ഓഫ് സിറ്റി എന്ന് വിളിച്ചത്. ആസ് എ മാർക്കറ്റ് സിസ്റ്റം ആൻഡ് ഡിഫൈനബിൾ പവർ സ്ട്രക്ചർ were essential for inner growth of urbanism, since these were absent in the region. The market that existed were peripheral market, which were economically important to those engaged in export and import. To foreign traders, however, they were not peripheral. The presence of Yavanas in such market centers and their settlements, archaeologically attested, would suggest their role as important entry points of outlets for the overseas trade.
ഒരു മാർക്കറ്റ് സിസ്റ്റം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിഫൈനബിളായ പവർ സ്ട്രക്ചറും അത്യാവശ്യമാണ്. ഒരു നഗര വികസനത്തിന്, ഒരു ആന്തരികമായ നഗര വികസനത്തിന് പ്രധാനമായും ഒരു മാർക്കറ്റ് സിസ്റ്റം അവിടെ ആവശ്യമാണ്, ഒരു പവർ സ്ട്രക്ചറും ആവശ്യമാണ്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ ഒരു പെരിഫറൽ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ കാണാമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ എക്കണോമിക്കലി ഇതിന് എക്സ്പോർട്ടും ഇമ്പോർട്ടും നടത്തപ്പെടുന്ന, കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യപ്പെടുന്ന ഒരു തുറമുഖമായിട്ട് ഇതിനെ കണക്കാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫോറിൻ ട്രേഡേഴ്സ് എന്നാൽ അത്രത്തോളം ഒന്നും ഇതിനൊരു പെരിഫറൽ മാർക്കറ്റായിട്ട് ഇതിനെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് പുഹാർ തുറമുഖത്തെ എന്ന്. യമനന്മാർ ഇവിടെ അവരുടെ മാർക്കറ്റ് സെൻ്ററായിട്ട് കാണുകയും അവരിവിടെ തമ്പടിക്കുകയും അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് താമസിച്ചുകൊണ്ട് വിപണനം വ്യാപാരം നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതിന് ധാരാളം ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസ് ലഭ്യമാണ്. അപ്പോൾ പുറം നാടുകളിലേക്ക് വ്യാപാരത്തിന് ഏറ്റവും കൂടുതൽ സഹായകമായ ഒരു തുറമുഖ കേന്ദ്രം കൂടിയായിരുന്നു പുഹാർ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എക്സ്ചേഞ്ച്, ആഭ്യന്തരവും അതിനു പുറമെ വിദേശ വ്യാപാരവും എപ്രകാരം നടന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്.